നേരിൻ്റെ, സത്യത്തിൻ്റെ, നന്മയുടെ വിജയം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. 100 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരാളിനെ ബാക്കിയുള്ളവരിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നത്. നമ്മുടെ ആരുമല്ലെങ്കിൽ കൂടി നമ്മളൊരു സിനിമ കണ്ട് നമ്മൾ കരയാറില്ലേ? അതേപോലെ നമ്മളിത് സിനിമയാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് പറയാം. അത് കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ നമുക്ക് ആ ഒരു വിഷമം നിൽക്കും. പക്ഷേ ഇതങ്ങനല്ല. നമ്മൾ ദിവസം മൊത്തവും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉറങ്ങാൻ കിടന്നാൽ പോലും ഈ ഒരു ചിന്തയാണ്, ഈ ഒരാളിൻ്റെ കാര്യം എന്തായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. അങ്ങനെ 100 ദിവസമാണ് ഒരാൾ ഇത്രയും ക്രൂരത അനുഭവിച്ചത്. ദൈവം കണ്ണ് തുറന്നെന്ന് വേണം പറയാൻ. സത്യത്തിനൊപ്പമേ എപ്പോഴും വിജയമുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. മാക്സിമം കൊടുക്കാവുന്ന സ്നേഹം സഹോദരങ്ങളെപ്പോലെ കണക്ക് കൂട്ടി, അല്ലാതെ ഫ്രണ്ട്സായിട്ടല്ല അവരെ കണ്ടേക്കുന്നത്. എപ്പോഴും അനുമോൾ പറഞ്ഞ ഒരു വാക്കാണ്, അവരെൻ്റെ അനിയത്തി കുട്ടികളാണ്, എൻ്റെ അനിയത്തിമാരാണ് അവർ. ഞാൻ അവരോട് എങ്ങനെ പിണങ്ങിയിരിക്കാനാ? ആ വ്യക്തികളാണ് ഈ ഇരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പം നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ കാണിച്ച പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അനുമോളിപ്പം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് അനുമോൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വിന്നറായതിൽ ഫുൾ ബ്ലാങ്ക് ആണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അനുമോൾ അത്രയും പറയുമ്പോഴത്തേന് 2 പേരെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്, ആദിലയും നൂറയും. ശൈത്യ ഔട്ടായി പോകുന്ന ആ വീക്ക് വരെയും ആദിലയും നൂറയും അനുമോളോട്ട് യാതൊരു അടുപ്പവും കാണിക്കാത്ത ആൾക്കാരാണ്. ശൈത്യ ഔട്ടായി പോയതിന് ശേഷം ഫാമിലി വീക്കിൽ പുറത്തുനിന്ന് വന്നവർ പറഞ്ഞ് ആ ഒരു പോയിൻ്റ് പിടിച്ചിട്ടാണ് ആദില അനുമോളുമായിട്ട് അടുപ്പം കാണിച്ച് തുടങ്ങിയത്. പക്ഷെ ഇതൊന്നും അറിയാതെ അനുമോൾ വളരെ സ്നേഹമായിട്ട് ആദിലയോടും നൂറയോടും ഒരുപോലെ സ്നേഹം കാണിച്ചു. അവർ ആ സ്നേഹത്തിനകത്ത് കള്ളം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അനുമോളുടെ ഒപ്പം ഇതിലേതെങ്കിലും ഒരാൾ ആ ഒരു വേദി പങ്കിടേണ്ടതായിരുന്നു. ഫൈനൽ 5-ൽ നൂറ തീർച്ചയായിട്ടും കണ്ടേനെ. അതാണ് പറയുന്നത്, പ്രവൃത്തിയാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, സത്യമാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം അനുമോളൊരു സത്യമാണ്, അതാണ് ഇന്ന് ആ കൊച്ചു വിജയിച്ചിരിക്കുന്നത്. 2 പേരുടെ മുഖം കണ്ടിട്ട് എനിക്ക് ചിരിയും വരുന്നു, കരച്ചിലും വരുന്നതിന് സൗണ്ടും വല്ലാതിരിക്കുന്നു. എന്ത് ചെയ്യും? അനുമോളുടെ അടുത്ത് നിൽക്കുന്ന അനീഷാകട്ടെ ഇഞ്ചി ഇന്ന് കുരങ്ങനെപ്പോലെ നീ ഒരാഴ്ച കൊണ്ട് വെറുതെ ചിരിച്ച് അവിടെ നടന്നിത്. ഈ റീയൂണിയൻ വന്ന സമയത്തൊക്കെ ഈ അനുമോളെ ഇട്ട് കൊത്തി പറിച്ചപ്പോൾ ഒരു വട്ടം പോലും ആ സ്നേഹം കാണിക്കാൻ ആ അനീഷ് കൂട്ടാക്കിയില്ല. എന്നിട്ട് അനീഷൊക്കെ ചിരിയായിരുന്നു. അനീഷിൻ്റെ ട്രോഫി ഉറപ്പിച്ച കണക്ക് എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഷാനാസ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചുമ്മാ നടന്ന് ചിരിക്കുന്നേ? നീ ഇഞ്ചി തിന്നാ കുരങ്ങനെ പോലെ എന്തിനാ ചിരിക്കുന്നതെന്ന് ഷാനാസ് ചോദിച്ച ഡയലോഗാണ് ഇത്. എൻ്റെ കയ്യിൽ നിന്നിട്ടല്ല കേട്ടോ. അനുമോൾ പറയാണ്, ആദ്യം തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു. മുകളിലേക്ക് നോക്കിയാണ് കൊച്ചു പറയുന്നത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ച ലോകമെമ്പാടുമുള്ള എൻ്റെ മലയാളി പ്രേക്ഷകർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. എന്നും സ്നേഹം മാത്രം. ഒപ്പം എൻ്റെ അച്ഛനമ്മ എന്ന് പറയുമ്പം അനുമോൾ കരയുന്നുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരോടും, എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് വേദിയിലിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളെ ചൂണ്ടിയിട്ടാണ്. എല്ലാവരോടും, ഓഡിയൻസിനോടും, നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇവിടം വരെ എത്തിച്ചതിൽ എല്ലാവർക്കും സ്നേഹം മാത്രം. എല്ലാവരുടെയും മനസ്സിലൊരു നന്മയുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ലാലേട്ടനോട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. അനുമോൾ അത് പറയുമ്പോൾ ഈ ഒരു മുഖം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അടുത്ത ആൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ ചെയ്യാനാ, ഇത്രയും നല്ല അടുത്തൊരു സുഹൃത്തായിരുന്നു, ഞാൻ വെറുതെ അവളുടെ പുറം നടന്ന്. ഇപ്പോൾ അവൾ വിന്നറുമായി, എനിക്കിനി ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഉള്ള പേരും പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഈ ശൈത്യക്ക്? അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ലാലേട്ടനെ കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ജൂലൈ 2-ാം തീയതി 7 മണിക്ക് ഞാൻ ലാലേട്ടനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. പക്ഷേ എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് പോകാനോ ഫോട്ടോ എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടെയുള്ളവരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, അനുമോൾ വലിയ സെലിബ്രിറ്റി ആയിട്ട് എന്താ ലാലേട്ടൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ പോലും എടുക്കാത്തതെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയുന്നു പറഞ്ഞിട്ട് കരയുന്നുണ്ട്. എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന, ലാലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, എന്നിട്ട് ചെരിഞ്ഞ് നിൽക്കുക, എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാം, ഹഗ് ചെയ്യാം, വിന്നറായതിൽ ഒരുപാട് സന്തോഷം. കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരുന്നുണ്ട്. ഒപ്പം ഇതും തുടർന്നും എനിക്ക് ഇതുപോലുള്ളത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹം മാത്രം, നന്ദി മാത്രം എല്ലാവരോടും.
100 ദിവസം കൊണ്ട് ഞാൻ ഈ കൊച്ചിൻ്റെ പുറകെ നടന്ന് നടന്ന് എനിക്ക് വട്ടായി. എനിക്കിനി അനുമോളെ നേരിട്ട് കാണണം. മുന്നേ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ബ്ലെസ്ലി. ആ കൊച്ചിനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇവരെ രണ്ടുപേരെ എനിക്ക് എന്നെങ്കിലും നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്നെങ്കിലും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട്.